ബാപ്പയെയും ഉമ്മയെയും ആക്രമിച്ചവൻ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കി. ഒരു പോലീസുകാരൻ്റെ നരേശൻ അങ്ങനെയായിരുന്നു. ചുരുക്കത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളിലും പ്രതികൾ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് പലരും. അതിന് എന്തെല്ലാം കുതന്ത്രങ്ങൾ പ്രയോഗിക്കാമോ അതെല്ലാം പ്രയോഗിക്കുന്നുമുണ്ട്. പരപ്പനങ്ങാടിക്കാരൻ ജനാർദ്ദൻ്റെ മകൻ മിഥുൻ പ്രധാനമന്ത്രി അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതിനും ആക്രമിക്കപ്പെട്ടത് മുസ്ലിങ്ങളാണ്. അങ്ങാടിയിലെ കൊടിച്ചുപട്ടികൾ മുതൽ തെരുവ് വേശ്യകൾക്ക് വരെ മുസ്ലിങ്ങളെ തെറി പറയാനും ആക്രമിക്കാനും ഇന്നത്തെ ഇന്ത്യയിൽ പൂർണ്ണ സ്വതന്ത്രവും അവകാശവുമുണ്ട്. അവർക്കതിനുള്ള സംരക്ഷണവുമുണ്ട്. വേഷവും താടിയും പറയുന്ന വാക്കുകളിലെ മുസ്ലിം ചുവയും അത് മതി ഒരാളെ ജിഹാദിയാക്കാനും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് തെറി പറയാനും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം തെറി പറയുകയും അധിക്ഷേപിക്കുകയും ഒപ്പം വധഭീഷണി മുഴക്കുകയും ചെയ്ത ഇത് ഒരു താടിക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് തീവ്ര ഹിന്ദു വിഭാഗത്തെ ചൊടിപ്പിക്കുകയും പിന്നീട് അണ്ടിപോയ അണ്ണാനെ പോലെ മുക്കിലിരുന്ന് കരയാൻ കാരണമാക്കുകയും ചെയ്തത്. അവിടെ നായിന്റെ മോനെ നരേന്ദ്രമോദിയെ മൈര എന്റെ തല അറക്കടാ, കള്ള പൊലയാടി മോനെ, അന്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ മൈര. താടിയും മുടിയുമുള്ള ഒരു മനുഷ്യനാണ് വെള്ളിയാഴ്ച പ്രധാനമന്ത്രിയുടെ തലവെട്ടുമെന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞതോടെ സംഘികൾക്കും സംഘിണികൾക്കും അത് മാപ്പിളാരെ നെഞ്ചത്ത് കയറാനുള്ള അവസരമായി. ഫോട്ടോയിൽ കാണുന്ന ഡാഷിന്റെ മോൻ രാവിലെ മുതലേ ഒരു വീഡിയോ നിങ്ങൾ ഇതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പ്രധാനമന്ത്രിനെ വളരെ മോശമായിട്ട് എന്താ പറയേണ്ടത്, അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റും റിപ്പോർട്ടും കൊണ്ട് സുഡാപ്പികൾ അങ്ങ് പൂട്ടിച്ചു. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റുകള് നല്ല കമന്റായിരുന്നു. പക്ഷെ ഒരൊറ്റ സുഡാപ്പി പോലും കമന്റ് ഇട്ടിട്ടില്ല. ഇത് മാക്സിമം ഇവന്റെ ഫോട്ടോ എല്ലാവരിലേക്കും എല്ലാ ജനങ്ങളിലേക്കും എത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മളെ പാലക്കലമായി കണ്ടയുടനെ തീരുമാനിച്ചു അത് സുഡാപ്പികളാണെന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡാഷിന്റെ മോനെന്ന് വിളിച്ചത്. വേറൊരു സംഖ്യക്ക് സുഹൈരി ഉസ്താദ് ഹാസ്യാത്മകമായി മറുപടി നൽകി. പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി. നമസ്കാരം, ശ്രീജറായാണ്. ഈ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടു നോക്ക്. അവിടെ നായിന്റെ മോനെ നരേന്ദ്രമോദിയെ മൈര എന്റെ തല അറക്കടാ, കള്ള പൊലയാടി മോനെ, അന്റെ തല വെട്ടടാ. വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മെനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ്. വെള്ളിയാഴ്ച പ്രത്യേകത ഉണ്ട്. ഉറപ്പായിട്ടും അവനൊരു കോയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തല വിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനൊരു കോയായിരിക്കും, നിസ്സംശയം. അവൻ കോയാണ്, അവനെ പൂട്ടണം. ചെറിയ ചേട്ടനൊപ്പം ഞാനുണ്ട്. അവനൊരു മുറിയനായിരിക്കും, ഫുള്ളുള്ളവനല്ല, ചെത്തിയവൻ തന്നെ ആയിരിക്കും. അവനെ പൂട്ടണം, ഞാനുണ്ട് ഒപ്പം. ബാക്കി പറയണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഒന്ന് ഇടണം. അവനെ തിരിച്ചറിഞ്ഞേട്ടാ, കമന്റ് ബോക്സിൽ ഇടുന്നുണ്ടാ. എനിക്കറിയാം, സത്യം കേട്ടു. പരപ്പനങ്ങാടിക്കാരൻ മിഥുന എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി, ആ മുറിയനാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ആഗ്രഹം ഏതൊരു ക്രൈമിന്റെ പിന്നിലും മുസ്ലിം നാമധാരികളായിരിക്കണം, എന്നിട്ട് കിട്ടുന്ന ചാൻസിലൊക്കെ മുസ്ലിങ്ങളുടെ മണ്ടയ്ക്ക് കൊട്ടണം എന്നാണ്. പക്ഷേ പലപ്പോഴും പദ്ധതി പാളാറാണെന്ന് മാത്രം. ഇതൊക്കെ സംഘികളുടെ കുസൃതിയാണെന്ന് സമാധാനിക്കാം. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പോലീസുകാരൻ ആടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചതാണ് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത്. മിഥുൻ എന്നയാൾക്ക് ഫ്രീ ആയി ഒരു ബാപ്പയെയും ഉമ്മയെയും നൽകി അയാളെ ഒരു മുസ്ലിം ആക്കി തീർക്കാനുള്ള ചെപ്പടി വിധിയാണ് പോലീസുകാരൻ കാണിച്ചത്. നമുക്ക് ആ ശബ്ദമൊന്ന് കേൾക്കാം. എന്റെ പേര് ഷിബിൻ, ന്യൂസ് കേരളം ടുഡേ ടിവിയുടെ റിപ്പോർട്ടറാണ്. കൊച്ചിന്നാണ് വിളിക്കുന്നത്. പരപ്പനങ്ങാടിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അവഹേളിച്ചൊരു മിഥുൻ എന്ന് പറയുന്ന ഒരു യുവ ഉണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു? കേസ് നിലവിലെടുത്തിട്ടില്ല. അയാള് ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. മെന്റൽ പേഷ്യന്റ് ആണല്ലേ? മെന്റൽ പേഷ്യന്റ് പറഞ്ഞാൽ അയാള് ഒരു 8 മാസം മുമ്പ് അയാള് മറ്റേ കുതിരവട്ടത്തെ ചികിത്സയിലായിരുന്നു. കുതിരവട്ടത്ത് അവരെ ബാപ്പായും ഉമ്മയൊക്കെ ആക്രമിച്ചിട്ട് ചേർന്ന് കുതിരവട്ടത്ത് കൊണ്ടുപോയി. മുസ്ലിമാണോ പുള്ളി? പുള്ളിയുടെ മുസ്ലിം അല്ലാലോ, മുസ്ലിം ആണെന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു ന്യൂസ് കേരളം ടുഡേയുടെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരാൾ ഒരു പോലീസുകാരനെ വിളിച്ച് സംഭവത്തിന്റെ നിജസ്ഥിതി ചോദിക്കുന്നതാണ്.
അപ്പോഴാണ് പോലീസുകാരൻ പറയുന്നത് അയാളുടെ ബാപ്പയെയും ഉമ്മയെയും ആക്രമിച്ചിട്ട് 5-8 മാസം മുമ്പ് അയാൾ കുതിരവട്ടത്തായിരുന്നു എന്ന്. ബാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ടർക്കും സംശയമായി, ഇനി അയാൾ മുസ്ലിമാണോ എന്ന്. അത് തീർക്കാനാണ് റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചത്, മിഥുൻ മുസ്ലിമാണോ എന്ന്. റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പോലീസുകാരൻ്റെ ഉരുണ്ടുകളി, മുസ്ലിം അല്ല എന്ന് തോന്നുന്നു. ഇതേ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇന്നലെ ഇതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മലപ്പുറത്തുകാർ മുസ്ലിങ്ങൾ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ഉമ്മ എന്നൊക്കെ പറയും. എന്നാൽ കുറച്ച് തെക്കൊക്കെ പോയാൽ മുസ്ലിങ്ങളിൽ പലരും ഉമ്മാക്കും ഉപ്പാക്കും പകരം അച്ഛനമ്മ എന്ന് പറയാറുണ്ട്. അതേസമയം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരുടെ അച്ഛനെയും അമ്മയെയും ഉപ്പ ഉമ്മ എന്ന് വിളിക്കാറില്ല. അവിടെയാണ് ട്വിസ്റ്റ്. ഇവിടെ പോലീസുകാരൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ബാപ്പയെയും ഉമ്മയെയും ആക്രമിച്ചതിന്റെ പേരിൽ 8 മാസം മുമ്പ് മെന്റൽ ഹോസ്പിറ്റലായിരുന്നു എന്ന് പറയുന്നത്. റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചപ്പോഴാണ് മുസ്ലിം അല്ല എന്ന് തോന്നുന്നു എന്ന ഒഴുക്കൻ മറുപടി പറയുന്നത്. ചുരുക്കത്തിൽ എല്ലാ ക്രിമിനൽ കേസുകളിലും പ്രതികൾ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് പലരും. അതിന് എന്തെല്ലാം കുതന്ത്രങ്ങൾ പ്രയോഗിക്കാമോ അതെല്ലാം പ്രയോഗിക്കുന്നുമുണ്ട്.